നമ്മുടെ ഈ സ്ത്രീ സഹോദരിമാർക്ക് മാത്രമാണ് സ്വർണമെന്ന് കേൾക്കുമ്പോൾ ഭ്രമം വരുന്നത്. പക്ഷേ പിണറായിയെ പോലെ സ്വർണ്ണ കൊതിയുള്ള ഒരാളിനെ നാം കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ പിണറായി വിജയൻ ഊണിലും ഉറക്കത്തിലും പറയുന്നത് സ്വർണ്ണമുഖിലെ നിന്നെ സ്വപ്നം കാണുകയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഈ സ്വർണം എന്ന് പറഞ്ഞാൽ തനിക്ക് വികാരമാണ്. അതുകൊണ്ടല്ലേ കേരളത്തിന്റെ ഈ ഭരണാധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിയതിന് നേതൃത്വം കൊടുത്ത ആ മുഖ്യമന്ത്രി ഇന്നും താനൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നു. കൂടെ നിന്ന ശിവശങ്കരൻ എവിടെയാ? ശിവശങ്കരൻ എന്ന് പറയുന്ന തന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമോപദേശകനായ ശിവശങ്കരൻ ജയിലിൽ പോകേണ്ടി വന്നു. അതിന് പകരമായി പിണറായി വിജയനല്ലേ പോകേണ്ടത്? നമ്മുടെ സ്കൂളിൽ അധ്യാപകരുണ്ടെങ്കിൽ അധ്യാപകരുടെ നേതൃത്വമാരാണ്? മഹാസാറിന് അറിയാമല്ലോ, HM ആണ്, ഹെഡ് മാസ്റ്ററാണ്. ഈ ഗവൺമെന്റിന്റെ HM ആരാണ്? ഈ പിണറായി വിജയനല്ലേ? ആ പിണറായി വിജയൻ അറിയാതെ ഇങ്ങനൊരു സ്വർണ്ണക്കൊള്ള കേരളത്തിൽ നടത്താൻ കഴിയുമോ? നമ്മൾ പറയാറുണ്ട്, എപ്പോഴും മോഷണം നടത്തി രുചി അറിയുന്നവർ അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ രണ്ടാമത് കേരളം കണ്ടിട്ടില്ലാത്ത ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമല സന്നിധാനത്തിൽ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ശബരിമല എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുണ്യസ്ഥലമാണ്. ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ആന്ധ്രയിൽ നിന്ന്, തെലുങ്കാനയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കേരളത്തിലെ പോലെ തന്നെ വിശ്വാസ സമൂഹം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസ സമൂഹം കടന്നു വരുന്ന ശബരിമലയിൽ, അവിടെയാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്ന ഈ സർക്കാരിന്റെ രൂപം നമ്മൾ കണ്ടത്. അവിടുത്തെ വിശ്വാസം 10 വയസ്സ് മുതൽ 50 വയസ്സിനകത്തുള്ള സ്ത്രീകൾ ശബരിമലയിൽ പോകാൻ പാടില്ലെന്ന് വിശ്വാസികൾ ഇന്നും ചിന്തിക്കുകയാണ്. എല്ലാ സ്ത്രീ സഹോദരിമാരും അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നു, സ്ത്രീകളെ അവിടെ കയറ്റാൻ തയ്യാറായ ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയട്ടെ, അമ്മിണി എന്ന് പറയുന്ന, ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റായ സ്ത്രീയെ രാത്രിയുടെ നിശബ്ദതയിൽ ശബരിമലയിൽ നിങ്ങൾ എത്തിച്ചു. ഈ രാജ്യത്തെ വിശ്വാസികൾക്ക് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയുമോ? രഹന ഫാത്തിമ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റായ അവിശ്വാസിയെ ആ ശബരിമല സന്നിധാനത്തിൽ നിങ്ങൾ എത്തിച്ചു. എന്താണ് ഇവിടെ ഈ സംസ്ഥാനത്തെ ഭ്രാന്താലയമാക്കി മാറ്റുകയല്ലേ? ഒരു വിശ്വാസ സമൂഹത്തിനു നേരെ വെല്ലുവിളി ഉയർത്തുന്ന പിണറായി വിജയന്റെ ഈ നിറവുകെട്ട നയങ്ങൾക്കെതിരെ ജനരോക്ഷത്തിന്റെ അതിശക്തമായ പ്രതിധ്വനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ കൊള്ള അത്യന്തം അപലപനീയവും ഖേദകരവുമാണ്. മലയാളികൾക്ക് അത് സഹിക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യയിലെ വിശ്വാസ സമൂഹത്തിന് അത് സഹിക്കാൻ കഴിയുന്നതല്ല. ഈ നെറികെട്ട ഈ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നു, തന്റെ പാർട്ടിയിലുള്ള സഖാക്കളെല്ലാം ഇന്ന് എവിടെയാണ്? ആദർശമാണ് ഇവർ പറയുന്നത്. അഴിമതിക്കെതിരെ ദ്വന്ദ്വയുദ്ധമാണ് ഇവർ. സംസ്ഥാന കമ്മിറ്റി അംഗമായ വാസു ഇന്ന് ജയിലിലാണ്. എന്തിനാണ് ജയിലിൽ പോയത്? പഞ്ഞി കട്ടതിനാണോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഗീത ടീച്ചറെ, ചേമ്പ് കെട്ടാതെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും UDF-ഉം ഇത് ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ ഈ അഴിമതിക്കാർക്ക് രക്ഷയില്ലാതെ വന്നപ്പോൾ കേരളം തന്നെ ഇടതു മുന്നണിയെ തമസ്കരിക്കാൻ തയ്യാറാകുമ്പോൾ അതിൽ പൂതിയേറ്റ് ഇപ്പൊ കള്ളപ്രകടനങ്ങളുമായി രംഗത്ത് വരികയാണ് സ്ത്രീകളുടെ പേരിൽ. ഞാൻ പറയേണ്ടതില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മാർക്സിസ്റ്റ് നേതാക്കന്മാർ എത്ര പീഡനം നടത്തി, മാർക്സിസ്റ്റ് പാർട്ടിയിലെ എത്ര സഖാക്കന്മാർ, അവരുടെ പേരുകൾ ഞാൻ പറയണമോ? കൊല്ലത്തെ MLA ആയ മുകേഷ് ഒരു പീഡന വീരനാണ്, ഒരു പീഡകനാണ്. എത്ര പെൺകുട്ടികളിലെയാണ് ആ മുകേഷ് അപമാനിച്ചത്? അത് മാത്രമാണോ? P. ശശി എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട സന്തത സഹചാരി P. ശശി
എപ്പോഴും ചെറുപ്പക്കാരെ മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ഭാര്യയെ പോലും അപമാനിക്കാൻ ശ്രമിച്ചു. ഇത് ഞങ്ങളല്ല പറഞ്ഞത്, വാർത്താ മാധ്യമങ്ങളിൽ ആ ഡിവൈഎഫ്ഐയുടെ നേതാവ് തന്നെ ഈ കാര്യം വ്യക്തമാക്കിയില്ലേ? അങ്ങനെയുള്ള ഏറ്റവും വലിയ പീഡകന്മാരുടെയും സ്ത്രീകൾക്കെതിരായി പ്രവർത്തിക്കുന്നവരുടെയും പാർട്ടി ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെയും UDF-നെയും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ പ്രബുദ്ധതയുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.